സഹൃദയരെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പ്ലൂറിബസ് എന്ന നമ്മുടെ പുതിയ സീരീസാണ്. ആപ്പിൾ TV പ്ലസിൽ പുതുതായി ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്ലൂറിബസ് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബ്രേക്കിംഗ് ബാഡിന്റെയും ബെറ്റർ കോൾ സോളിന്റെയും ഡയറക്ടർ തന്നെയാണ് ഇതും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ 3 എപ്പിസോഡുകളാണ് വെളിയിൽ വന്നിട്ടുള്ളത്. അതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ വളരെ നല്ലൊരു സീരീസാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ കഥാപശ്ചാത്തലം എന്നത് 600 പ്രകാശ വർഷങ്ങൾക്ക് അകലിൽ നിന്നും ഏതാനും ചില അന്യഗ്രഹ ജീവികൾ എന്നോ രണ്ടോ സന്ദേശങ്ങൾ നമുക്കിങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ചെറുതായിട്ടൊന്ന് ഡീകോഡ് ചെയ്തതാണ് ഇവിടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് RNA DNA മുതലായ വസ്തുക്കളുടെ തരംതിരിവ് അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അത് അവർ വളരെ സുലഭമായി എലികളിൽ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയിൽ ഒരു എലിയുടെ കടിയേറ്റ് ഒരു യുവതി ആ വൈറസിന് ബാധിതയായി മാറുന്നു. ഈ വൈറസ് ബാധിച്ചവരുടെ ഉമിനീര് വഴിയാണ് ഈ വൈറസ് പെട്ടെന്ന് വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും എളുപ്പം അവർ അതങ്ങ് വ്യാപിപ്പിച്ചു. ഈ വൈറസിൻ്റെ പ്രത്യേകത, ഇത് സോംബി ആവുകയില്ല. ഏകദേശം ഒരു ഹൈവ് മൈൻഡ് എന്ന രീതിയിലാണ് വരുന്നത്. അതായത് ഒറ്റ മൈൻഡ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു തലച്ചോറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കും. അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇല്ല. അവർക്കെല്ലാം ചിന്തിക്കുന്നത് ഒരുപോലെ ആയതുകൊണ്ട് പരസ്പരം എല്ലാം അറിയാവുന്നതാണ്. അവർ തമ്മിൽ സംസാരിക്കാറേ ഇല്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞവർ പലരും പറയുകയുണ്ടായി ഇതൊരു പുതിയ കഥാപശ്ചാത്തലമാണെന്ന്. ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല എന്നും. ഒരിക്കലുമല്ല, ഒരുപക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടാവാം. നമ്മുടെ റിക്ക് ആൻഡ് മോർട്ടിയിൽ ഇതേ പശ്ചാത്തലത്തിൽ ഒരു കഥ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സീസൺ 2 എപ്പിസോഡ് 3-ലാണ്. അതും 2015 എന്തോ ആണ് അത് റിലീസാവുന്നത്. അതിലും ഇതുപോലെ ഒരു ഹൈവ് മൈൻഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതും ഇതുപോലെ വൈറസ് സ്പ്രെഡ് ആവുന്നത് അവരുടെ ഉമിനീര് വഴിയാണ്. യൂണിറ്റി എന്നാണ് ആ കഥാപാത്രത്തിൽ അവിടെയുള്ള പേര്. യൂണിറ്റിയുടെ ലക്ഷ്യവും അതിൽ പറയുന്നുണ്ട്. ഈ ഗ്രഹങ്ങളെ മുഴുവൻ തൻ്റെ വരിയിലാക്കിയ ശേഷം ഒരു പ്രപഞ്ചം മുഴുവൻ ഒരു ഒറ്റ മൈൻഡ് എന്നതാണ് അവരുടെ ലക്ഷ്യം. യൂണിറ്റി അതിലൊരു ഫീമെയിൽ ക്യാരക്ടറാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിൽ യൂണിറ്റി മാത്രമല്ല ഒരു ഹൈവ് മൈൻഡായി വരുന്നത്. ഒറ്റ മൈൻഡുള്ള വേറെയും ഇതുപോലുള്ള പലരെയും അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലൂറിബസിൻ്റെയും ഏകദേശം ഒരു പോക്ക് ഇതുപോലേക്ക് തന്നെ ആയിരിക്കും. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതും ഇതും തമ്മിലുള്ള ബന്ധം വെച്ച് എൻ്റെ ഒരു ചെറിയ ഊഹാപോഹങ്ങൾ മാത്രം. ഞാൻ ഒരിക്കലും പ്ലൂറിബസിനെ അപകീർത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വളരെ നല്ലൊരു സീരീസാണ്. അതുപോലെ അതിൻ്റെ അവതരണ രീതിയും അതുപോലെ തന്നെയാണ്. റിക്ക് ആൻഡ് മോർട്ടിയിൽ നിന്നും ആ ഒരു പ്ലോട്ട് മാത്രം കടമെടുത്തു എന്നേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അവതരണ രീതി വളരെ മികച്ചതാണ്. അതുപോലെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് പ്ലൂറിബസ്. നിങ്ങൾക്കിനി കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റിക്ക് ആൻഡ് മോർട്ടി സീസൺ 2 എപ്പിസോഡ് 3 പോയി കാണാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ സഹൃദയരെ, ഞാൻ വന്ന കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലൂറിബസിൻ്റെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഞാൻ തിരികെ വരുന്നതായിരിക്കും. പ്ലൂറിബസിൻ്റെ മാത്രമല്ല ഇറ്റ് വെൽക്കം ടു ഡയറി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ വീണ്ടും ഞാൻ പൊങ്ങി വരുന്നതായിരിക്കും. ഓരോ എപ്പിസോഡും നമുക്ക് വളരെ വ്യക്തമായി വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എന്നെപ്പോലെയുള്ള ഇതുപോലുള്ള ഭ്രാന്തന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു ചാനലായി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലമായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക.